ഒരു ഷാർജ ഷേക്കാണ്. ഷാർജ ഷേക്ക് നിങ്ങൾക്ക് ഓർമ്മ കോമൺ ആണല്ലോ, എന്നാലും അതറിയാത്ത ചിലരുണ്ടായിരിക്കുമല്ലോ. അപ്പം നമുക്ക് ഷാർജ ഷേക്ക് വെച്ചിട്ട് ഡിഫറെൻ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വ്യത്യസ്തമായിട്ടുള്ള ഷാർജ ഷേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. ഞാനിവിടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, പാല് കട്ടിയാക്കിയത് 1 കപ്പുണ്ട്. പിന്നെ ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട് ഇതിനകത്ത് അടിക്കാനായിട്ട്. പിന്നെ 3 ചോക്ലേറ്റ് കുക്കീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂ നട്ടും ബദാമും എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഫ്ലേവറിന് 2 ഏലക്കായ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ഓട്സിൻ്റെയും ചോക്ലേറ്റ് ചിപ്സിൻ്റെയും മുസേലിയാണ്. ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്യുന്നതാണ് നമ്മളിത്. അപ്പം ഷേക്കിനകത്ത് ഇതുകൂടെ മിക്സ് ചെയ്യുവാണെങ്കിൽ മൊത്തത്തിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കാക്കി കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം ഷാർജയൊക്കെ എങ്ങനെ അടിച്ചെടുത്ത് റെഡിയാക്കുന്നതെന്ന്. ഓക്കെ, ഒരു മിക്സിയുടെ ജാർ എടുത്ത് കട്ടിയാക്കിയ പാല് ഞാൻ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ടു. പിന്നെ എനിക്ക് എത്ര മധുരം വേണ്ടി അതിനനുസരിച്ച് മധുരം ചേർക്കാം. ഞാനിവിടെ 2 വലിയ ടേബിൾ സ്പൂൺ മധുരം ചേർക്കുന്നു. ഒരു 3 ടേബിൾ സ്പൂൺ മധുരം ആഡ് ചെയ്യുവാണ്. അതിന് ശേഷം ഞാൻ 3 ചോക്ലേറ്റ് കുക്കീസ് ഇടുന്നു. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും ബദാമും മൊത്തം ഇടുന്നു. ഏലക്ക എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ടു. പിന്നെ ഇവിടെ ഞാൻ പഴം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ഇടാൻ പോകുന്നു. ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് പഴം ഇട്ടു. അപ്പം ഇത്രയും ചെയ്ത് നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഒരുപാട് കട്ടി കൂടിയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇത് നല്ലൊരു ഹെൽത്തി ഷേക്കായിരിക്കും. കുഞ്ഞു പിള്ളേർക്കൊക്കെ നല്ലതായിരിക്കും കൊടുത്താൽ. അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ട് ഇത് ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ വ്യത്യസ്തമായ രുചിയുള്ള ഷാർജ ഷേക്കിൻ്റെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. പിന്നെ നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് മുസേലിയുടെ പീസസ് ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. കുറച്ച് പഴമൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വ്യത്യസ്തമായ രുചിയുടെ ഷാർജ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും എന്തായാലും ട്രൈ ചെയ്യുക. കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ സ്മേൽ.